അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലോട്ടാണ്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായയും ഗ്രാമ്പൂവും പട്ടയുമാണ്. ഇത് കൂടുതൽ ചേർക്കണമെന്നില്ല. ഇതിൽ നമ്മൾ ഗരം മസാല ചേർക്കുന്നത് കാരണം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി സ്പൈസസും ജീരകവും എല്ലാം ഒന്ന് പൊട്ടിപ്പൊരിഞ്ഞതിന് ശേഷം ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ ഞാൻ 2 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചോപ്പ് ചെയ്തതിന് ശേഷം അതും ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ ലഗോൺ ചിക്കനാണ്, ബ്രോയിലർ അല്ല. അത് കാരണം അത് ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ടി വരും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ചിക്കൻ കറി തയ്യാറാക്കാൻ വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നല്ലോണം വഴണ്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഉള്ളി നല്ലോണം വഴണ്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ലോയിലാക്കാൻ മറക്കരുത്. ഇനി ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 പൊടികളും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ച സ്മെല്ല് പോകുന്നത് വരെ ഈ പൊടികളെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ തക്കാളി പേസ്റ്റ് ആക്കിയതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി നല്ല തിക്കുണ്ടാവാൻ വേണ്ടിയാണ് തക്കാളി ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ആ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 1/2 ഗ്ലാസ്
വെള്ളമൊഴിച്ച് അതും ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് നല്ലോണം തിളപ്പിക്കണം. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഈ ചിക്കൻ ഒരുപാട് നേരം വേവിച്ചെടുക്കുന്നത് കാരണം ഇനി ഇതിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് നേരം വേവിച്ചെടുക്കുന്നത് കാരണം ഇതിലെ വെള്ളമെല്ലാം വറ്റും. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിലിട്ട് 6 വിസിലും അടുപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ ഒരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചിക്കൻ ഇതാ ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി ഈ ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചും വറുത്ത തേങ്ങ അരച്ചും ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. കറി കുറവാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിടി കറിവേപ്പില ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓണാക്കണമെന്നില്ല. ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് ഞാൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ കറി നല്ല തിക്ക് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.